വചനം 63 വാക്കർത്ഥം. ബൽ എങ്കിലും, പക്ഷേ, ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ ഫി ഗംറത്തിൻ അന്ധതയിലാണ്, അശ്രദ്ധയിലാണ്, മൂടലിലാണ്, മിൻഹാദ ഇതിനെക്കുറിച്ച്, വലഹും അവർക്കുണ്ട്, അമാലുൻ ചില പ്രവൃത്തികൾ, മിൻദൂനി ദാലിക അതുകൂടാതെ, ഹും അവർ, ലഹ അത് അവയെ, ആമിലൂൻ പ്രവർത്തിക്കുന്നവരാണ്. ബൽ ഖുലൂബുഹും ഫീ ഗംറത്തിൻ മിൻ ഹാദാ വലഹും അഅമാലുൻ മിൻ ദൂനി ദാലിക ഹും ലഹാ ആമിലൂൻ. എങ്കിലും അവരുടെ അഥവാ അവിശ്വാസികളുടെ ഹൃദയങ്ങൾ ഇതിനെക്കുറിച്ച് അന്ധതയിലാകുന്നു. അവർക്ക് അത് അഥവാ മേൽപ്പറഞ്ഞത് കൂടാതെയുള്ള ചില പ്രവൃത്തികളാണുള്ളത്. അത് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. വചനം 64 വാക്കർത്ഥം. ഹത്ത ഇദാ അഖദ്ന അങ്ങനെ നാം പിടിക്കുന്നതായാൽ, മുത്രഫീഹിം അവരിലുള്ള സുഖിയന്മാരെ, ബിൽ അദാബി ശിക്ഷ കൊണ്ട്, ശിക്ഷ മൂലം, ഇദാഹും അപ്പോൾ അവരതാ, യജ് അറൂൻ നിലവിളി കൂട്ടുന്നു, വിളിച്ചു നിലവിളിക്കുന്നു. ഹത്താ ഇദാ അഖദ്നാ മുത്രഫീഹിം ബിൽ അദാബി ഇദാഹും യജ്അറൂൻ അങ്ങനെ അവരിലുള്ള സുഖിയന്മാരെ ശിക്ഷ മൂലം നാം പിടിക്കുന്നതായാൽ അപ്പോഴതാ അവർ നിലവിളി കൂട്ടുന്നു. വചനം 65 വാക്കർത്ഥം. ലാ തജ് അറു നിങ്ങൾ നിലവിളി കൂട്ടേണ്ട, അല്യൗമ ഇന്ന്, ഇന്നക്കും നിശ്ചയമായും നിങ്ങൾ, മിന്ന നമ്മിൽ നിന്ന്, ലാ തുൻസറൂൻ നിങ്ങൾ സഹായിക്കപ്പെടുകയില്ല. ലാ തജ്അറുൽ യൗം ഇന്നകും മിന്നാ ലാ തുൻസറൂൻ അവരോട് പറയപ്പെടും, ഇന്ന് നിങ്ങൾ നിലവിളി കൂട്ടേണ്ട, അതുകൊണ്ട് ഫലമില്ല. നിശ്ചയമായും നിങ്ങൾക്ക് നമ്മിൽ നിന്ന് സഹായം നൽകപ്പെടുകയില്ല. വചനം 66 വാക്കർത്ഥം. ഖദ് കാനത്ത് തീർച്ചയായും ആയിരുന്നു, ആയാത്തി എൻ്റെ ലക്ഷ്യങ്ങൾ അഥവാ വചനങ്ങൾ, തുത്ല അലൈക്കും നിങ്ങൾക്ക് ഓതിത്തരപ്പെട്ടിരുന്നു, ഫകുന്തും അപ്പോൾ നിങ്ങളായിരുന്നു, അല ആഖാബിക്കും നിങ്ങളുടെ മടമ്പുകാലുകളിലായി, തൻകിസ്വൂൻ മടങ്ങിപ്പോകുകയായിരുന്നു അഥവാ പിൻവാങ്ങിപ്പോകുകയായിരുന്നു. ഖദ് കാനത് ആയാതി തുത്ലാ അലൈക്കും ഫകുന്തും അലാ അഅഖാബിക്കും തൻകിസൂൻ തീർച്ചയായും എൻ്റെ വേദലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ഓതിക്കേൾപ്പിക്കപ്പെട്ടു വന്നിരുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മടമ്പുകാലുകളിൽ വന്നപാടെ തന്നെ മടങ്ങിപ്പോകുകയായിരുന്നു ചെയ്തത്. വചനം 67 വാക്കർത്ഥം. മുസ്തക്ബിരീന അഹങ്കാരികളായ നിലയിൽ, അഹംഭാവം നടിച്ചുകൊണ്ട്, ബിഹി സാമിറൻ അതിൽ രാക്കഥ പറഞ്ഞുകൊണ്ട്, തഹ്ജുറൂൻ നിങ്ങൾ പിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, തോന്നിയാസം പറഞ്ഞുകൊണ്ട്. മുസ്തക്ബിരീന ബിഹി സാമിറൻ തഹ്ജുറൂൻ അഹങ്കാരികളായ നിലയിൽ അതിൽ അഥവാ വേദഗ്രന്ഥത്തിൽ രാക്കഥയുമായി നിങ്ങൾ പിച്ചുപറഞ്ഞും കൊണ്ടിരിക്കുന്നവരായിരുന്നു. 63 മുതൽ 67 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. മനുഷ്യന് അനുഷ്ഠിക്കാൻ കഴിയാത്ത ശാസനകളൊന്നും അല്ലാഹു അവരിൽ ചുമത്തിയിട്ടില്ല. അവർ പ്രവർത്തിക്കുന്നതെല്ലാം രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നുമുണ്ട്. പക്ഷേ അവിശ്വാസികൾ അതൊന്നും ഗൗനിക്കാതെ അന്ധതയിലും അശ്രദ്ധയിലും കഴിഞ്ഞുകൂടുകയാണ്. 57 മുതൽ 60 വരെയുള്ള വചനങ്ങളിൽ പ്രസ്താവിച്ചതുപോലെയുള്ള സൽക്കർമ്മങ്ങളൊന്നും അവർ ചെയ്യുന്നില്ലെന്നു മാത്രമല്ല, അതിനു നേരെ വിപരീതമാണ് അവരുടെ പ്രവർത്തനങ്ങൾ. ഖുർആനെപ്പറ്റി ആക്ഷേപിക്കുക, നബിയെ പരിഹസിക്കുക, സത്യവിശ്വാസികളെ ഉപദ്രവിക്കുക മുതലായവയാണ് അവരുടെ ജോലി. അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള സുഖസൗകര്യങ്ങളിൽ വഞ്ചിതരായി തങ്ങൾക്ക് എന്തും ചെയ്യാമെന്ന നിഗമനത്തിലാണ് അവരുള്ളത്. എന്നാൽ ഈ നില അധികം തുടർന്നു പോകയില്ല. താമസിയാതെ ആ സുഖസൗകര്യങ്ങളിൽ നിന്നും അവർ പിടിച്ച് ശിക്ഷിക്കപ്പെടും.
അപ്പോൾ അവർക്ക് തന്റെ ഇടം വരും. അവർ വിളിച്ച് നിലവിളിക്കാൻ തുടങ്ങും. പക്ഷേ ഫലമെന്ത്? ആ നിലവിളിക്ക് അല്ലാഹുവിന്റെ ഭാഗത്തുനിന്നും മറുപടി ലഭിക്കുക ഇപ്രകാരമായിരിക്കും: ഇന്ന് നിലവിളി കൂട്ടിയിട്ട് കാര്യമില്ല. യാതൊരു രക്ഷയും നിങ്ങൾക്ക് ഇവിടെ കിട്ടുവാൻ പോകുന്നില്ല. എന്റെ ആയത്തുകൾ റസൂൽ നിങ്ങൾക്ക് ഓതിക്കേൾപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളത് കേട്ടതുമില്ല, ചിന്തിച്ചതുമില്ല. കേൾക്കുമ്പോഴേക്കും നിങ്ങൾ പിന്നോക്കം പോകുകയായിരുന്നു ചെയ്തിരുന്നത്. മാത്രമല്ല, ഞങ്ങൾ ഖുറൈശികളാണ്, കഅബയുടെ സംരക്ഷകന്മാരാണ് എന്നും മറ്റും പറഞ്ഞുകൊണ്ട് അഹങ്കാരം നടിക്കുകയും കഅബയുടെ പരിസരങ്ങളിൽ കൂട്ടം കൂടി ഖുർആനെക്കുറിച്ചും നബിയെക്കുറിച്ചും പരിഹാസപൂർവം രാകഥകളും തോന്നിയ വാസവും പറഞ്ഞ് കാലം കഴിക്കുകയാണ് ചെയ്തത്. ഇനി ഇപ്പോൾ നിലവിളിച്ചതുകൊണ്ട് യാതൊരു ഫലവുമില്ല.